കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കെ.സി. ശോഭിത. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പി.എം. നിയാസിന്റെ തോൽവിയിൽ തന്നെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തുന്നു. തന്റെ ഭർത്താവിന്റെ പേരിൽ കുറ്റം ചുമത്താനാണ് ശ്രമം നടക്കുന്നത്. മറ്റിടങ്ങളിലെ തോൽവി എന്തുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നില്ലെന്നും വനിതയായതിനാൽ അവസരങ്ങൾ നിഷേധിക്കുന്നുവെന്നും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശോഭിത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കെ.സി. ശോഭിത പറയുന്ന ഓരോ വാക്കുകളും നേതൃത്വത്തിനുള്ള വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്, അല്ലേ? സിന്ധൂരി, അതായത് വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ ശോഭിത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പി.എം. നിയാസ് മത്സരത്തിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട കമ്മീഷനെ വെച്ച് അതിൽ അന്വേഷണം നടത്തിയത്. ആ വാർഡിന്റെ ചുമതല ശോഭിതയുടെ ഭർത്താവിന് കൂടിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയും തന്റെ കുടുംബത്തെയും കോൺഗ്രസ് വേട്ടയാടുന്നു എന്ന പരാമർശമാണ് ശോഭിത ഫേസ്ബുക്കിൽ ഉന്നയിച്ചിരിക്കുന്നത്. വലിയ വിമർശനം, അതായത് മറ്റ് പല വാർഡുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു തോൽവികൾ പരിശോധിക്കാതെ പി.എം. നിയാസിന്റെ തോൽവി മാത്രം പരിശോധിച്ചത്? രാഷ്ട്രീയക്കാരനല്ലാത്ത തന്റെ ഭർത്താവിന് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയത് മനഃപൂർവ്വമെന്നും ശോഭിത പറയുന്നു. പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാനാണ് തന്റെ ശ്രമമെന്നും അത് ഏത് വിധേനയും ചേർത്തു തോൽപ്പിക്കുമെന്നും പറയുന്നു. പെട്ടി തൂക്കി നടന്ന് പാർട്ടിയിൽ വന്ന ആളല്ല താനെന്നും വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വനിതാ അവസരങ്ങൾ ചില നേതാക്കൾ ഇടപെട്ട് നിഷേധിക്കുന്നു എന്ന് കൂടി പറയുന്നു. അതായത് മുൻ DCC കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ തന്നെ സമുന്നതനായ നേതാവുമായ K.C. അബുവിന്റെ മകൾ കൂടിയാണ് ശോഭിത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ കൗൺസിലറായി മത്സരിച്ച് വിജയിച്ച ആൾ കൂടിയാണ്. ഏതായാലും വലിയ വിമർശനം തന്നെയാണ് നേതൃത്വത്തിനെതിരെ ശോഭിത ഉന്നയിച്ചിരിക്കുന്നത്.